പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. JCNDSD എന്ന ഗ്രൂപ്പിലൂടെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്ന വിഷയം മനുഷ്യപുത്രനും ദൈവപുത്രനും ഏകദൈവവും. ഇതിനെക്കുറിച്ച് വ്യക്തമായി വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. വ്യക്തമായി പഠിപ്പിക്കുന്നതിനാൽ ബൈബിളിലെ പഠനം ഏവർക്കും അനുഗ്രഹമായി തീരും എന്ന് വിശ്വസിക്കുന്നു. അതിലേക്കായി എല്ലാവരുടെയും ശ്രദ്ധ ഞങ്ങൾ വീണ്ടും ക്ഷണിക്കുകയാണ്. പ്രാരംഭത്തിൽ 2 വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടും. ഈ വിഷയം ഒരാഴ്ച കൊണ്ട് തീരുകയില്ല. ഇന്നൊരു മുഖവര ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അടുത്ത ആഴ്ചയിൽ അതിന്റെ വിശദീകരണം, ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ള ആഴ്ചകളിൽ അതിന്റെ വിശദീകരണങ്ങൾ നൽകുവാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ മനുഷ്യപുത്രൻ ദൈവപുത്രൻ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്ന സത്യം എന്തെന്ന് ഗ്രഹിക്കുവാൻ പ്രാരംഭത്തിൽ 2 വാക്യങ്ങൾ വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ദയവായി ഏവരും ശ്രദ്ധിച്ചാൽ. ഒന്ന്, ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. For the Son of Man is come to seek and to save that which was lost. രണ്ടാമത്തെ വാക്യം യോഹന്നാൻ 1 യോഹന്നാൻ 3:8 B ഭാഗമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിന്റെ B ഭാഗം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. For this purpose the Son of God was manifested, that he might destroy in the work of the devil. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. വളരെ മനോഹരമായ, വളരെ അർത്ഥവത്തായിട്ടുള്ള 2 വാക്യങ്ങളാണ്. മനുഷ്യപുത്രനെയും ദൈവപുത്രനെയും കുറിച്ചുള്ള 2 വാക്യങ്ങൾ. ഒന്നാമത്തെ വാക്യം നമ്മൾ കണ്ടല്ലോ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നു. മനുഷ്യപുത്രൻ എന്ന നിലയിൽ തിരഞ്ഞു രക്ഷിക്കണം. ദൈവത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ദൈവത്തിന് മനുഷ്യൻ തിരയുന്നത് പോലെ തിരയേണ്ട ആവശ്യമില്ല. ദൈവം സകലവും അറിയുന്നു. ഉയരത്തിലോ ഭൂമിയിലോ പാതാളത്തിലോ ദൈവത്തെ മറഞ്ഞ് ഒരു സ്ഥലത്തും ആർക്കും ജീവിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ കണ്ണ് വെട്ടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തെ പറ്റിച്ച് എവിടെങ്കിലും ഒളിവിൽ പോയി പാർക്കാൻ പറ്റില്ല. അപ്പം ദൈവം എന്നുള്ള നിലയിൽ കാണാതെ പോയതിനെ തിരഞ്ഞു നടക്കേണ്ട ഗതികേടില്ല. മനുഷ്യൻ എന്ന നിലയിൽ തിരഞ്ഞെങ്കിൽ മാത്രമേ കാണാൻ പറ്റൂ. അപ്പോ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചല്ല. എന്ന് പറഞ്ഞാൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു മനുഷ്യനല്ല യേശുക്രിസ്തു. യേശുക്രിസ്തു നിങ്ങൾ മണ്ണുകൊണ്ടുള്ളവൻ, ഞാൻ സ്വർഗീയൻ. അപ്പോൾ മനുഷ്യൻ എന്നുള്ള നില വെച്ച് നോക്കുമ്പോൾ അതൊരു നേച്ചറാ. അത് പൂർണ്ണ മനുഷ്യൻ തന്നെയാ. അവിടെ മനുഷ്യന്റെ സ്വഭാവങ്ങൾ എല്ലാം അവനിലുണ്ടായിരുന്നു.
ബൈബിൾ പ്രസ്താവിക്കുന്നത് പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവർ എന്ന് വ്യക്തമായി വചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മണ്ണുകൊണ്ടുള്ള ഒരു മനുഷ്യനല്ല എങ്കിൽ തന്നെയും ഈ മനുഷ്യപുത്രൻ പാപമൊഴികെ നമുക്ക് തുല്യനാണ്. അവന് വിശപ്പുണ്ട്, വേദനയുണ്ട്, കണ്ണുനീരുണ്ട്, ദുഃഖമുണ്ട്, എല്ലാമുണ്ട്, പാപം ഒഴികെ. അപ്പോൾ ഈ മനുഷ്യപുത്രൻ എന്നുള്ള നില, എന്നുള്ള ഈ അവസ്ഥ, അല്ലെങ്കിൽ എന്നുള്ള ഈ ഡ്യൂട്ടി എടുക്കുവാൻ കാരണം, അത് വരും ആഴ്ചകളിൽ ഏവർക്കും ശ്രവിക്കത്തക്ക വിധത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ പൂർണ്ണമായിട്ട് അവൻ മനുഷ്യപുത്രൻ തന്നെയാണ്. ദൈവപുത്രൻ എന്നുള്ള നിലയിൽ അവൻ പൂർണ്ണമായിട്ട് ദൈവപുത്രൻ തന്നെയാണ്. മനുഷ്യപുത്രന്റെ പ്രകൃതി, നേച്ചർ മറ്റൊന്നാണ്, ദൈവപുത്രന്റെ നേച്ചർ മറ്റൊന്നാണ്. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ. മനുഷ്യപുത്രൻ എന്ന നിലയിൽ യേശുക്രിസ്തുവിന് അതിൻ്റെതായിട്ടുള്ള താഴ്ചയുണ്ട്. അവൻ ജ്ഞാനത്തിൽ വളർന്നു. അതുപോലെ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ മനുഷ്യപുത്രൻ എന്ന നിലയിൽ തനിക്ക് പലതും അറിയാൻ പാടില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, മനുഷ്യപുത്രൻ എന്ന നിലയിൽ അറിവിന് ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എന്നാൽ ദൈവം എന്ന നിലയിൽ സകലതും അറിയാം. ഒരിക്കൽ പത്രോസ് പറഞ്ഞു, പത്രോസിനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഓ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വീണ്ടും ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉടൻ തന്നെ പറഞ്ഞു, സ്നേഹിക്കുന്നു. വീണ്ടും ചോദിച്ചു, അപ്പോൾ പറഞ്ഞു, കർത്താവേ, നീ സകലവും അറിയുന്നു. പലതും അറിയാൻ മനുഷ്യപുത്രൻ എന്ന നിലയിൽ പലതും അറിയാൻ പാടില്ലാത്തവൻ ദൈവം എന്ന നിലയിൽ സകലതും അറിയുന്നവനാണ്. ഈ മനുഷ്യനും ദൈവവും രണ്ട് പ്രകൃതികളാണ്, രണ്ട് നേച്ചറാണ്. ഈ രണ്ട് നേച്ചർ ഒരിക്കലും സംയോജിക്കുന്നില്ല. മനുഷ്യപുത്രൻ എന്ന നിലയിൽ തന്നെ, ദൈവപുത്രൻ എന്ന നിലയിൽ തന്നെ. ദൈവപുത്രൻ എന്തിനു വന്നു എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി 1 യോഹന്നാൻ 3:8 നമ്മൾ വായിക്കുന്നുണ്ട്. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അവിടെ ഒരു പ്രത്യക്ഷതയാണ്. ദൈവപുത്രൻ എന്ന നിലയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ ദൈവപുത്രൻ എന്ന നിലയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിന്റെ മെയിൻ ഉദ്ദേശം പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുക എന്നുള്ളതാണ്. പിശാച് മനുഷ്യനെ കബളിപ്പിച്ച്, മനുഷ്യനെ വഞ്ചിച്ച്, മനുഷ്യന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചു, മനുഷ്യന്റെ അവകാശങ്ങൾ പിടിച്ചെടുത്തു. അവന്റെ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ മനുഷ്യന് കഴിയില്ല. അപ്പോൾ പിശാച് ഏതൊക്കെ നിലകളിൽ മനുഷ്യനെ പരാജയപ്പെടുത്തിയോ, ആ പരാജയപ്പെടുത്തിയ ആ എല്ലാ കെട്ടുകളെയും അവൻ പരാജയപ്പെടുത്തി ബന്ധിച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളെയും അഴിപ്പാൻ ദൈവപുത്രന് കഴിയും. ഇവിടെ മനുഷ്യപുത്രൻ എന്ന് പറയുന്നതും ദൈവപുത്രൻ എന്ന് പറയുന്നതും തൃത്വത്തിൽ പറയുന്ന രണ്ട് വ്യക്തികൾ എന്ന പോലെ രണ്ട് വ്യക്തികളല്ല. ഇവിടെ ദൈവത്തിന്റെ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി, മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വേണ്ടി ദൈവം
ഒരുക്കിയ ശ്രേഷ്ഠമേറിയ പദ്ധതികളെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, മുഖവരിയായി ചില കാര്യങ്ങൾ മാത്രം പറയുന്നുവെങ്കിലും വരും ആഴ്ചകളിൽ ദൈവം അനുവദിച്ചാൽ മനുഷ്യപുത്രൻ എന്ന നിലയും ദൈവപുത്രൻ എന്ന നിലയും ദൈവം എന്ന ആ ദൈവിക പദ്ധതിയും വളരെ വ്യക്തമാക്കി സംസാരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. യോഹന്നാൻ 8:40 വായിക്കുമ്പോൾ മനുഷ്യപുത്രൻ എന്നുള്ള നിലയിൽ ചില വാക്യങ്ങൾ, എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായി എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു, അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ. മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു, അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ. വളരെ അർത്ഥവത്തായിട്ടൊരു വാക്യമാകട്ടോ. അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ എന്ന്. മനുഷ്യപുത്രനായ അല്ലെങ്കിൽ മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കിയതുപോലെ അബ്രഹാം ചെയ്തില്ല. അബ്രഹാം യേശുവിനെ കണ്ടിട്ടുണ്ടോ? അന്നുണ്ടായിരുന്ന പരീശന്മാര് പറഞ്ഞു, നിനക്ക് 50 വയസ്സായിട്ടില്ല, പിന്നെ നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? യേശു പറഞ്ഞു എന്താ? ഞാൻ അതിനെക്കുറിച്ച് ഉള്ള വാക്യങ്ങള് വ്യക്തമായിട്ട് വായിക്കാം. 8:40 മുതൽ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 40 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാലും. അതിന്റെ 38 മുതൽ വായിക്കാം. പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്നുത്തരം പറഞ്ഞു. അവർ അവനോട്, അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന ഉത്തരം പറഞ്ഞതിന് യേശു അവരോട്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കൾ എങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന, ഇങ്ങനെ പല പ്രയോഗങ്ങളുണ്ട് കേട്ടോ ബൈബിളിൽ. ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ. അതുപോലെ കർത്താവ് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം. അപ്പോൾ പിതാവിന്, ആത്മാവായ ദൈവത്തിന് സംസാരിക്കുവാൻ, അത് സംസാരിച്ചത് ആരിലൂടെ കേട്ടു എന്നാണ് യേശു പറയുന്നത്. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. പിതാവിന്റെ വാഗ്ദത്തം നിങ്ങൾ കേട്ടിരിക്കുന്നത് എന്നിൽ നിന്നാണ്. യേശുവിന് വചനം എന്ന് പേരുണ്ട് കേട്ടോ. അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ലോഗോസ്, ദൈവത്തിൽ ശബ്ദമായി വചനമായി നിലനിന്നവൻ, അത് യേശുവായിരുന്നു. ശരി, നമുക്ക് താഴ്ത്ത് വായിക്കാം. നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ യേശു പറഞ്ഞ വാക്ക് കേട്ടോ, ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ. അപ്പോൾ യേശു പറഞ്ഞ വാക്ക് ദയവായി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. എത്ര അർത്ഥവത്തായിട്ടുള്ള വാക്കാത്. നിങ്ങളുടെ പിതാവ് ദൈവമെങ്കിൽ നിങ്ങൾ സ്നേഹിക്കേണ്ടത് എന്നെയാണ്. ബൈബിളിൽ അതിനോട് യോജിക്കുന്ന ധാരാളം വാക്യങ്ങളുണ്ട്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിനെ കാണാൻ പറ്റില്ല.
ഹല്ലേലൂയ. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം. ഇതൊക്കെ വളരെ 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 പരിശുദ്ധാത്മാവുള്ളവർക്ക് ഗ്രഹിക്കാൻ ദൈവം. അതുപോലെ തന്നെ ഇവിടെ പറയുന്നു, എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്ത്? എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായകൊണ്ടത്രേ. അതിന്റെ കാരണവും പറയുന്നുണ്ട്. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളാണ്. നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവന് സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഫോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്ത് പറയുന്നു. അവൻ ഫോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. ഈ ഫോഷ്ക് ബൈബിളിൽ ഇല്ലാത്ത മുഴുവൻ ഫോഷ്ക. അതുകൊണ്ടാണ് ഞങ്ങൾ തൃത്വത്തോട് ശക്തമായി എതിർക്കുന്നത്. തൃത്വവും ത്രിയേകവും, തൃത്വത്തിൽ ഒന്നാമൻ, തൃത്വത്തിൽ രണ്ടാമൻ, തൃത്വത്തിൽ മൂന്നാമൻ എന്നുള്ള വാക്കുകളൊക്കെ ഫോഷ്കിന്റെ ആത്മാവിലൂടെ വരുന്നു. നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഫോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഫോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനും ആകുന്നു. ഞാനോ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങളിൽ ആർ എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്നു? ഞാൻ സത്യം പറയുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തതെന്ത്? പിന്നെ പറയാ, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ ദൈവസന്തതി അല്ലായകൊണ്ട് കേൾക്കുന്നില്ല. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു. അതിന് യേശു, എനിക്ക് ഭൂതമില്ല, ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു അത്രേ ചെയ്യുന്നത്. നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവനുണ്ട്. പിന്നെ പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു, നീയോ എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം ആസ്വദിക്കുകയില്ല എന്ന് പറയുന്നു. ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? ഇനി ശ്രദ്ധിക്കണേ സ്നേഹിതരെ, യേശുവിനോട് ചോദിക്കുക, ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനോ? അവൻ മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, നിന്നെ തന്നെ നീ ആറാക്കുന്നു എന്ന് ചോദിച്ചതിന് യേശു, എന്റെ മഹത്വം ഏതുമില്ല, എന്നെ മഹത്വപ്പെടുത്തുന്ന എന്റെ പിതാവാകുന്നു. അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു, എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല. ഞാനോ അവനെ അറിയുന്നു. അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെ പോലെ ഫോഷ്ക് പറയുന്നവൻ ആകും. ശ്രദ്ധിക്കണേ, നിങ്ങൾ പിതാവിനെ അറിയുന്നില്ല. നിങ്ങൾ പിതാവേ പിതാവേ എന്ന് പറയുന്നത് കൊണ്ട് പിതാവല്ല. പിതാവിനെ നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ പിതാവിനെ അറിയുന്നില്ല. ഞാൻ പിതാവിനെ അറിയുന്നില്ല എന്ന് പറയുന്നുവെങ്കിൽ ഞാൻ ഫോഷ്ക് പറയുന്നുവെന്നല്ല യേശു പറയുന്നത്, ഞാൻ നിങ്ങളെ പോലെ ഫോഷ്ക് പറയുന്നു. എന്താ അതിന്റെ കാര്യം? പിതാവിനെ നേരിട്ട്, പിതാവ് ജഡത്തിൽ വെളിപ്പെട്ട് ഈ ലോകത്തിലേക്ക് വന്ന് നേരിട്ട് നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ മറ്റൊരു പിതാവുണ്ടെന്ന് നിങ്ങൾ അന്ധമായി വിശ്വസിച്ച് നിങ്ങൾ മുൻപോട്ട് പോകുന്നു. എന്നാൽ നിങ്ങൾ ഫോഷ്കാണ് പറയുന്നത്. നിങ്ങളെ പോലെ ഞാനും ഫോഷ്ക് പറയുന്നവനല്ല എന്നാണ് അതിന്റെ അർത്ഥം. എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല, ഞാനും അവനെ അറിയുന്നു. അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെ പോലെ ഫോഷ്ക് പറയുന്നവനാകും. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവന്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടു സന്തോഷിച്ചുമിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. ഇപ്പൊ മനസ്സിലായോ? യേശു പറഞ്ഞതിന്റെ സാരം മനസ്സിലായോ? മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു,
നിങ്ങളുടെ പിതാവ് ആയ അബ്രഹാം അത് ചെയ്തില്ലല്ലോ. അപ്പോൾ ഞാൻ അവന്റെ മുൻപിൽ ഒരു ദിവസം നിന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇതെപ്പോൾ സംഭവിച്ചു? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു. അവൻ കണ്ടു സന്തോഷിച്ചും ഇരിക്കുന്നു എന്ന് പറഞ്ഞു കണ്ടോ. അബ്രഹാം മമ്രയുടെ തോപ്പിൽ ഇരിക്കുമ്പോഴും അതിരാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ താൻ വളരെ തല ഉയർത്തി നോക്കിക്കൊണ്ടിരുന്നു. അതിന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാക്ക്, നീ തല പൊക്കി നോക്കുവാനാ പറഞ്ഞത്. അന്ന് മുതൽ അബ്രഹാം തല ഉയർത്തി നോക്കുന്നവനായി. അങ്ങനെ നോക്കിയപ്പോൾ 3 പുരുഷന്മാർ കടന്നു വരികയാ. 3 മനുഷ്യർ തന്നെയാ. മനുഷ്യരുടെ വേഷത്തിൽ അവിടെ ചെന്നത്, ഒരു രൂപത്തിൽ അവിടെ ചെന്നത്. അതാരായിരുന്നു? അതിലൊരുവൻ യഹോവയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാം മമ്രയുടെ തോപ്പിൽ ഇരിക്കുമ്പോൾ 3 വ്യക്തികൾ കടന്നു വരുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ ദർശിക്കുവാൻ കഴിയും. അത് ഞാനൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ എന്റെ സ്നേഹിതരെ നിങ്ങൾ ശ്രദ്ധിച്ചാലും. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. ആരാ പ്രത്യക്ഷനായത്? യഹോവ. അവിടെ ചെന്നതാരാ? യഹോവ. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലമുക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അതിലൊരു പുരുഷൻ യഹോവയായിരുന്നു. ആ യഹോവയായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് 18-ാം അധ്യായം 22-ാം വാക്യം ഞാനിവിടെ വായിക്കാം. 18-22. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. വന്നവരിൽ പുരുഷൻ മറ്റ് 2 പേര് സോദോമിലേക്ക് പോയി. 2 പേരാ അന്ന് സോദോമിലേക്ക് പോയെന്നുള്ളതിന്റെ തെളിവെന്താ? 19-1 അത് പറയുന്നു. ആ 2 ദൂതന്മാർ വൈകുന്നേരം സോദോമിലെത്തി. അപ്പൊ അവർ 2 പേരാരായിരുന്നു? ദൂതന്മാരായിരുന്നു. ഒരുവൻ ആരായിരുന്നു? അതാണ് 22 നമ്മൾ വായിക്കുമ്പോൾ. ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ നിന്നു. കണ്ടോ, 3 പേരിൽ 2 പേര് സോദോമിലേക്ക് പോയി. അവർ ദൂതന്മാരായിരുന്നു എന്നവിടെ തെളിയിക്കുന്നു. ഒരുവൻ യഹോവയായിരുന്നു എന്ന് തെളിയിക്കുന്നു. അതാണ് യേശു പറഞ്ഞത്, അബ്രഹാം എന്നെ കണ്ടു, അവൻ ഉല്ലസിച്ചു. വിശ്വസിക്കുവാൻ പറ്റുമെങ്കിൽ എന്റെ പൊന്നു സ്നേഹിത, നീ തൃത്വം വലിച്ചെറിഞ്ഞ് തൃത്വത്തിന് വേണ്ടി ഉള്ള വടംവലി മാറ്റിക്കളഞ്ഞ് യേശു ക്രിസ്തു ആരാണെന്നുള്ള യഥാർത്ഥ വെളിപ്പാട് നിങ്ങൾക്ക് ലഭിക്കുവാൻ കർത്താവ് ഈ അന്ത്യസമയത്തെങ്കിലും എന്റെ സ്നേഹിതരെ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് യേശു പറഞ്ഞതിന്റെ സാരം. എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെ അബ്രഹാം ചെയ്തില്ല. അബ്രഹാമിന്റെ അടുക്കൽ യേശു ചെന്നു. ഒരു മനുഷ്യൻ എന്ന രൂപത്തിലാണ് ചെന്നത്. 3 പുരുഷന്മാരാ അവിടെ ചെന്നത്. 2 പേര് ദൂതനും ഒരാൾ യഹോവയായിരുന്നു. യഹോവ ഈ ലോകത്തിൽ മനുഷ്യനായി ഈ ലോകത്തിൽ ജഡത്തിൽ വെളിപ്പെടുന്നതിന് മുൻപേ ആ രൂപമെടുത്ത് അബ്രഹാമിന്റെ അടുക്കൽ പോയ ചരിത്രമാണ് വിശുദ്ധ ബൈബിൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മനുഷ്യപുത്രന്റെ വരവിനെ കുറിച്ച് ആദ്യ പ്രവചനം ഉൽപ്പത്തി 3:15. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൾ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. അപ്പോൾ ഈ മനുഷ്യപുത്രൻ എങ്ങനെ വരുമെന്ന് പ്രവചനം പറഞ്ഞിരിക്കുക. ഒരു സ്ത്രീയുടെ സന്തതിയായി ഇവിടെ വരും എന്നാണ് പറഞ്ഞത്. അതൊക്കെ സംഭവിക്കണമല്ലോ. അതുകൊണ്ട് ഒരു സ്ത്രീയുടെ സന്തതിയായി, പുരുഷന്റെ സന്തതിയായിട്ടല്ല, സ്ത്രീയുടെ സന്തതിയായി കടന്നു വന്നു മനുഷ്യപുത്രൻ. അങ്ങനെ വരുമെന്ന് പ്രവചനമുള്ളത് കൊണ്ട് ആ പ്രവചനം നിറവേറുവാൻ വേണ്ടി യേശു അങ്ങനെ വന്നേ മതിയാകൂ. അങ്ങനെ യേശു വന്നു. ഹല്ലേലൂയ. ഗലാത്യർ അത് തന്നെ വ്യക്തമാക്കുന്നുണ്ട്.
ഗലാത്യർ 4:4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവിടെ നിയോഗമാകട്ടോ, അവിടെ ഒരു നിയോഗമാ. എന്താ? സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന്റെ കീഴും ജനിക്കണം. ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട്, ഒന്നാമത്തെ ലക്ഷ്യം എന്താ? അവൻ ന്യായപ്രമാണത്തിന്റെ കീഴ് വന്നത് ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങുവാൻ, പിന്നെ നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് വേണ്ടി അവൻ പുത്രനായി വെളിപ്പെട്ടു. എന്റെ പ്രിയ സ്നേഹിതരെ, അവൻ പുത്രനായി വെളിപ്പെട്ടു എന്നുള്ളതിനാൽ ഇന്ന് തൃത്വം വാദിച്ച് നടക്കുന്നവരെ പോലെ അവൻ കേവലം ഒരു പുത്രൻ മാത്രമാണെന്നുള്ള സാത്താനിക പഠിപ്പിക്കലുമായി ഇന്ന് സാത്താന്റെ അണികളായി ചിലരൊക്കെ രംഗത്ത് വരുന്നുണ്ട്. പുത്രൻ എന്നുള്ള പഠിപ്പിക്കൽ അത് വലിയ മർമ്മമൊന്നുമല്ല. സാധാരണ വായിക്കുന്ന ഒരു നിരീശ്വരവാദിക്ക് യേശു പുത്രനാണെന്ന് പറയാൻ ഒരു പ്രയാസവും ഇല്ല. കാരണം ബൈബിളിൽ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ യേശു പുത്രൻ എന്ന് പറയുമ്പോൾ അവനെ പുത്രനാക്കി മാത്രം കാണുകയും തരം താഴ്ത്തുകയും ഒതുക്കി വെക്കുകയും അവന്റെ മഹത്വമേറിയ ആ ദൈവത്തിന്റെ പ്രത്യക്ഷതയും അല്ലെങ്കിൽ ഒരു വരയിൽ യഹോവ കാലുകുത്തും എന്ന് പറയുന്നത് യേശുവിനെ കുറിച്ചാണ്. അവന്റെ ദൈവത്വത്തെ പൂർണ്ണമായി നിഷേധിക്കുന്നവർ ഇന്നും പാപത്തിൽ ജീവിക്കുന്നവരാ. യോഹന്നാൻ 8:24 വായിക്കുമ്പോൾ യേശു ക്രിസ്തു യഹോവ എന്ന് വിശ്വസിക്കാൻ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ മരിക്കുമെന്ന. യേശു ക്രിസ്തു തന്നെ യഹോവ എന്ന് വിശ്വസിക്കാത്ത ഏതൊരു വ്യക്തിയും പാപികളാണ്. യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. യേശു ക്രിസ്തു യഹോവ എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നവരാണ്. അവന്റെ ആ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ വിശ്വസിച്ച് അവൻ ജഡത്തിൽ നമുക്ക് വേണ്ടി അനുഭവിച്ച യാതനകൾ ഏറ്റെടുത്ത് യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുന്നവനാ ദൈവമക്കൾ, അല്ലാത്തത് സാത്താന്റെ മക്കളാ. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, ഞങ്ങൾ ഈ JC-ND-SD എന്ന ഗ്രൂപ്പിലൂടെ മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, ഏകദൈവം എന്ന ബൈബിൾ വെളിപ്പാട്, പുത്രൻ എന്നുള്ളത് ഒരു വെളിപ്പാടൊന്നുമല്ല, ബൈബിൾ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാൻ അറിയാവുന്നവർക്ക് യേശു ദൈവപുത്രൻ ദൈവപുത്രൻ ഒക്കെ പല വാക്യങ്ങളുണ്ട്. അത് മാത്രം എടുത്തു കാണിച്ചിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള മർമ്മം, ക്രിസ്തു എന്നത് ഒരു ദൈവം മർമ്മമാണ്, ആ മർമ്മം ഗ്രഹിക്കുവാൻ തുനിയാതെ മറ്റുള്ളവരെ ക്രിസ്തുവിന്റെ പുത്രത്വത്തെ കുറിച്ച് മാത്രം പഠിപ്പിച്ചു പോകുന്ന പൈശാചിക ബന്ധനത്തിൽ നിന്ന് നാം വിട്ടുപോയി കർത്താവിന്റെ യഥാർത്ഥ സത്യം, വചനത്തിന്റെ സത്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് JC-ND-SD എന്ന ഗ്രൂപ്പിലൂടെ നിങ്ങൾക്കത് ഗ്രഹിക്കുവാൻ കഴിയും. അടുത്ത ആഴ്ച മുതൽ വീണ്ടും നിങ്ങൾ ശ്രമിക്കുക. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.